രാജ്യം 78ാം സ്വാതന്ത്ര്യദിനത്തിലേക്ക് ചുവടുവെക്കുന്ന സമയം. ഒരു രാജ്യത്തെ ജനത മുഴുവൻ സ്വതന്ത്രരാണ് എന്നതിന്റെ ആഹ്ലാദത്താൽ നാം കൊണ്ടാടുന്ന ഓഗസ്റ്റ് 15-ന് 6 ദിവസങ്ങൾക്ക് മുമ്പാണ് മനസാക്ഷിയെ തന്നെ നടക്കുന്ന ക്രൂരകൃത്യം ഈ രാജ്യം കേട്ടത്. സർക്കാർ മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. രാജ്യത്തെ സ്ത്രീകൾ ആക്രമിക്കപ്പെടുമെന്ന് ഭയമില്ലാതെ ജോലി ചെയ്യാൻ സാധിക്കാത്തപ്പോൾ, പെൺകുട്ടികൾ സുരക്ഷിതരായി വീടുകളിൽ തിരിച്ചെത്തുമോ എന്ന് ഭയക്കുന്ന മാതാപിതാക്കളുള്ളപ്പോൾ, ആക്രമികൾ സ്വൈരവിഹാരം ചെയ്യുമ്പോൾ ആ രാജ്യം സ്വതന്ത്രമായി എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഓഗസ്റ്റ് 9-നാണ് കൊൽക്കത്ത ആർജിക്കാർ സർക്കാർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിൽ വെച്ച് PG ഡോക്ടറെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. അർദ്ധനഗ്നമായ നിലയിലായിരുന്നു മൃതദേഹം. കഴുത്തിന്റെ എല്ല് പൊട്ടിയ നിലയിൽ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. ശരീരത്തിന്റെ പല ഭാഗത്തായി ക്രൂരമായി ആക്രമിക്കപ്പെട്ടതിന്റെ പാടുകൾ, സ്വകാര്യ ഭാഗങ്ങളിൽ കടുത്ത രക്തസ്രാവം, മർദ്ദനത്തിൽ കണ്ണടയിൽ നിന്ന് ഗ്ലാസ് കഷ്ണങ്ങൾ പൊട്ടി കണ്ണുകളിലേക്ക് തുളച്ചു കയറിയിട്ടുണ്ട്. 2 ചെവികളിലും മുറിപ്പാടുകൾ. ബലപ്രയോഗത്തിനിടെ അവളെ നിശബ്ദമാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായി ചുണ്ടുകളിൽ മുറിവുകൾ, കഴുത്തിൽ കടിയേറ്റ പാടുകൾ, കാലുകൾ ബലം പ്രയോഗിച്ച് നീക്കിയതിന്റെ അടയാളങ്ങൾ തുടങ്ങി ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ക്രൂരകൃത്യങ്ങൾ അരങ്ങേറിയപ്പോൾ ആ പെൺകുട്ടി എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാകും. നിലവിൽ പോലീസ് CB വളണ്ടിയർ സഞ്ജയ് റോയിയാണ് കേസിൽ അറസ്റ്റിലായത്. എന്നാൽ 150 മില്ലിഗ്രാം ബീജമാണ് പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെത്തിയത്. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് 15 മില്ലിഗ്രാം വരെ. ഈ ബീജത്തിന്റെ അളവ് പരിശോധിക്കുമ്പോൾ തന്നെ പെൺകുട്ടി കൂട്ടബലാത്സംഗത്തിനിരയായി എന്നത് വ്യക്തമാണ്. എന്നിട്ടും കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്യാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത. ആശുപത്രിയിൽ 36 മണിക്കൂറോളം കഷ്ടപ്പെട്ട് ജോലിയെടുത്ത കുട്ടിയാണ് അല്പമൊന്ന് വിശ്രമിക്കാൻ സെമിനാർ ഹാളിൽ പോയത്. ആക്രമണം നടന്നയുടൻ പ്രിൻസിപ്പൽ ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. ഉത്തരവാദിത്തപ്പെട്ട മറ്റു പലരുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണങ്ങളും നിരാശാജനകമായിരുന്നു. പെൺകുട്ടി എന്തിനാണ് ഒറ്റയ്ക്ക് പോയതെന്നായിരുന്നു അവരുടെ ചോദ്യം. രാജ്യം 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആചരിക്കുന്ന വേളയിൽ ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ നേട്ടം എണ്ണിപ്പറഞ്ഞ് അഭിമാനപുലരിയിൽ തന്നെയാണ് ഇത്തരം വൃത്തികെട്ട ഉത്തരവുകളും അഭിപ്രായങ്ങളും ഉയർന്നു വരുന്നതെന്നാണ് നിരാശാജനകം. 2023 മെയ് 10-നാണ് കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ വന്ദന ദാസിനെ പോലീസ് ചികിത്സക്കെത്തിച്ച പ്രതി സന്ദീപ് കുത്തിക്കൊലപ്പെടുത്തിയത്. പിന്നാലെ മെഡിക്കൽ രംഗത്തുള്ളവർക്ക് നേരെ അനേകം അക്രമങ്ങളാണ് ഈ രാജ്യം കണ്ടത്. ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്ന ഇത്തരം മെഡിക്കൽ ജീവനക്കാരെ സംരക്ഷിക്കാൻ ഭരണകൂടത്തിന് പറ്റിയില്ലെങ്കിൽ ഇന്ത്യൻ വ്യവസ്ഥ പൂർണ്ണമായും പരാജയമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ സംസ്ഥാനങ്ങൾ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്നും പൊതുജന വിശ്വാസം പുനഃസ്ഥാപിക്കാൻ വേഗത്തിലുള്ള അന്വേഷണവും ശിക്ഷയും വേണമെന്നുമാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സംസാരിച്ചത്. गंभीरता से लेना होगा। महिलाओं के विरुद्ध अपराधों की जल्द से जल्द जांच हो, राक्षसी कृत्य करने वालों को जल्द से जल्द कड़ी सजा हो, वो समाज में विश्वास पैदा करने के लिए जरूरी है. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മൾ ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ അന്വേഷിക്കണം. ഈ ക്രൂരകൃത്യങ്ങൾ നടപ്പിലാക്കുന്നവരെ എത്രയും വേഗം ശിക്ഷിക്കണം. ഇത് സമൂഹത്തിൽ ആത്മവിശ്വാസം പകരാൻ പ്രധാനമാണെന്ന് മോദി കൂട്ടിച്ചേർത്തു. ഒരു ദേശത്തിന് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ക്രൂരകൃത്യങ്ങൾ തുടർക്കഥയാകുമ്പോഴും പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ എന്ത് വിശ്വാസമാണ് ജനം അർപ്പിക്കേണ്ടത്? ആ പെൺകുട്ടിയുടെ അവസ്ഥ നേരിൽ കണ്ട അധികാരികൾ ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണം. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ശക്തമായ നിയമം നിലവിൽ വരണം. കാലതാമസം വരാതെ ഇത്തരം കേസുകളിൽ ശക്തമായ ശിക്ഷകൾ ഉറപ്പാക്കണം. ഭാരതം എത്ര പുരോഗമിച്ചാലും, ഏതൊക്കെ സർക്കാരുകൾ മാറി മാറി വന്നാലും, എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇന്ത്യ ലോകത്തിന് മുന്നിൽ മാത്രമല്ല നമുക്ക് മുന്നിലും നാണം കെട്ടുകൊണ്ടിരിക്കും.